ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് റഹീമിന് വേണ്ടി യൂസഫ് അലി സാർ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നേക്കണത്. ശരിയാണ്, റഹീമിന് വേണ്ടിയിട്ട് യൂസഫ് അലി സാറ് പൈസ കൊടുത്തിട്ടില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ റഹീമിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു കാര്യം യൂസഫ് അലി സാർ പുറത്ത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയോ അറിയില്ല എന്നുള്ളതൊന്നും അറിയില്ല. വേറെ ഒന്നുമല്ല, റഹീം നാട്ടിൽ വന്ന ഉടനെ റഹീമിന് ഒരു വീട് വെച്ച് നൽകാം എന്ന് യൂസഫ് അലി സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യൂസഫ് അലി സാറിന് കുറ്റം പറയുന്ന നിങ്ങളെല്ലാം കേൾക്കണം. യൂസഫ് അലി സാർ ഈ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിലും പുറത്ത് വരുന്ന റഹീമിന് എന്താണ് ആവശ്യം? വീട് അല്ലെങ്കിൽ ജോലി. അപ്പോൾ ജോലിയുടെ കാര്യം ചെമ്മന്നൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീട് എന്തായാലും യൂസഫ് അലി സാർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യൂസഫ് അലി എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ യാതൊരു ഇതുമില്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം യൂസഫ് അലി സാർ പുറത്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കുറേയുണ്ട്, അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളും കുറേയുണ്ട്. അപ്പോൾ യൂസഫ് അലിയെ കുറ്റം പറയാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു, റഹീമിന് വേണ്ടി എന്ത് ചെയ്തു, റഹീമിന് വേണ്ടി ഒന്നും ചെയ്തില്ല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുന്നത്, നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് റഹീമല്ല, യൂസഫ് അലി ചെയ്തിട്ടുണ്ട്. പുറത്തിറക്കാനുള്ള പല നടപടികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഹീമിന് വേണ്ടിയിട്ട് ഇത്രയും സഹായങ്ങൾ വരുന്നത് കൊണ്ടായിരിക്കാം യൂസഫ് അലി അതൊന്നും ചെയ്യാതിരുന്നത്, യൂസഫ് അലി സാർ ഒന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ റഹീമിന് ഒരുപാട് സഹായ ഹസ്തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സഹായങ്ങൾ ഒന്നും വന്നിട്ടില്ല. അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ടില്ല. ശരിയാണ്, നിമിഷപ്രിയ തെറ്റുകാരി തന്നെയാണ്. നിമിഷപ്രിയ ഒരാളെ കൊന്നതിൻ്റെ പേരിലാണ് നിമിഷപ്രിയ ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതിന് ഒരുപാട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിമിഷപ്രിയ തെറ്റുകാരിയാണ്, ശരിയാണ്. അപ്പം കൊന്നാലും ഇപ്പം മരിച്ചുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾ തൂക്കിലേറ്റുമ്പോൾ നമ്മൾ ക്ഷമ ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ നൽകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിമിഷപ്രിയൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. നിമിഷപ്രിയനെ വിട്ടയക്കുകയാണെങ്കിൽ, നമ്മൾ ബ്ലഡ് മണി കൊടുത്ത് നിമിഷപ്രിയ വിട്ടയക്കുകയാണെങ്കിൽ യൂസഫ് അലി സാർ സഹായിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ യൂസഫ് അലി സാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഹീമിന് വേണ്ടി എന്ത് ചെയ്തില്ല എന്ന് നമുക്ക് ചോദിക്കാൻ ഒരു അർഹതയില്ല. റഹീമിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പുറത്ത് നമ്മളറിയാത്ത കാര്യങ്ങൾ യൂസഫ് അലി സാർ ചെയ്യുന്നുണ്ട്. വീട് വെച്ച് നൽകുക എന്ന് പറയുന്നത് തന്നെ റഹീമിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരിക്കും. ഒരു ജോലി, വീട് എന്നുള്ളതൊക്കെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ്. അപ്പം നമ്മൾ ഇത്രയും നന്മകൾ ചെയ്തിട്ട് ഒരാൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ വിളിച്ച് പറഞ്ഞ അയാളെ ഒട്ടും ഒന്നും ചെയ്യാത്ത രീതിയിലാക്കുന്ന മലയാളികളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് ഒരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇതെന്ന് മാത്രമല്ല, പല നന്മകളും ചെയ്തിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നില്ല. ചെയ്ത നന്മകൾ നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം അല്ലാതെ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു, അതിനെതിരെ ആരും പ്രതികരിക്കുന്നുമില്ല, അതിനെതിരെ പറയുന്നുമില്ല, അത് പറഞ്ഞതായിട്ട് കണ്ടിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്ന അത് വിളിച്ച് പറയാൻ കുറേ പറ്റങ്ങൾ. നമ്മൾ മനുഷ്യരുടെ അവസ്ഥ ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ടല്ലോ, അത് ഭയങ്കര ലജ്ജാകരം തന്നെയാണ് ഈ മനുഷ്യരുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂസഫ് അലി സാർ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ട് എന്തെല്ലാം നമ്മൾ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും നന്മകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരി അത് ചെയ്തില്ല, അത് പോട്ടെ, അത് അദ്ദേഹം വേറെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അത് ചെയ്യാതിരുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ഇതൊന്നും നമ്മുടെ ഇതിലില്ല. അദ്ദേഹം യൂസഫ് അലി സാർ ഒന്നും ചെയ്തിട്ടില്ല, റഹീമിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റഹീമിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നാവ് കൊണ്ട് ഇപ്പോൾ റഹീമിന് വേണ്ടി വീട് വെച്ച് നൽകുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ആൾക്കാർക്ക് ഇനി ഇതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഇനി എന്താണ് പറയാനുള്ളത്? വീട് വെച്ച് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്ക് ഇനി എന്താണ് പറയാനുള്ളത്? അത് ഞാനൊരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താനും നിന്ദിക്കാതിരിക്കുക. അദ്ദേഹം ഒന്നും കാണാതെ ഒന്നും ഇരിക്കില്ല. അദ്ദേഹത്തിന് ഇത്രയും കോടികൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ നമ്മൾ കുറ്റം പറയുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവുന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുക. അല്ലാതെ വെറുതെ ചുമ്മാ ഇരുന്ന് അവിടെ ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നന്മകൾ നിങ്ങൾ ഒന്ന് പിന്നിലോട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഒരാൾ ചെയ്തില്ല, അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി റഹീമിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇനിയിപ്പോൾ പുറത്തിറങ്ങേണ്ട ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുക. നമ്മൾ റഹീമിന് ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഉണ്ടാവും, എന്നിട്ടും അദ്ദേഹത്തിന് ഒരു വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞത് യൂസഫ് അലി സാറിൻ്റെ ഏറ്റവും വലിയൊരു നന്മ തന്നെയാണ്. അപ്പം അത് കണ്ടിട്ടാണ് റഹീമിന് വേണ്ടിയിട്ട് പൈസയൊന്നും മുടക്കാതിരുന്നത്.
കൊടുക്കുന്നത്. അദ്ദേഹത്തിന് പുറത്തിറങ്ങിയാൽ മാത്രം പോരാല്ലോ, പിന്നെ ജീവിക്കാനുള്ള മുന്നോട്ടുള്ള ജീവിതങ്ങൾ വേണ്ട. അപ്പോൾ ഈ 34 കോടി എന്ന് പറയുന്നത് റഹീമിനല്ല കിട്ടുന്നത്, റഹീമിന് ഇറക്കാനുള്ള പൈസയാണ്, റഹീമിന് അവർക്കാണ് കൊടുക്കുന്നത്, റഹീമിന്റെ അറബിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ റഹീമിന് പുറത്തിറങ്ങിയാലും പല കാര്യങ്ങളും ഉണ്ട്, പുറത്തിറങ്ങിയാൽ മാത്രം പോരാ. പിന്നെ ഒരു ജയിലിൽ കിടന്ന വ്യക്തിയാണ്, അദ്ദേഹത്തിന് ജോലി കൊടുക്കുക എന്താണെന്നൊന്നും അറിയില്ല പുറത്തിറങ്ങുന്ന സമയത്ത്. അപ്പോൾ അതിനാണ് ചെമ്മന്നൂരും അതുപോലെ വീട് വെച്ച് നൽകാൻ യൂസഫ് അലി സാറും തയ്യാറായത്. ജോലി നൽകാൻ ചെമ്മന്നൂരും തയ്യാറായിട്ടുണ്ട്, വീട് വെച്ച് നൽകാൻ യൂസഫ് അലി സാറും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണണം. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത്, നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. വെറുതെ ചുമ്മാ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞ് അങ്ങനെ ഇരിക്കാതെ നമ്മൾ കുറച്ചൊക്കെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. അപ്പോൾ ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം, ഒരാൾ ചെയ്ത നന്മകളും കൂടി നമ്മൾ എടുത്ത് പറയണം. അതല്ലാതെ ഒരാളെ അടച്ചാക്ഷേപിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതിരിക്കുക. മനുഷ്യരുടെ ലോകത്തിലെ ഈ മനുഷ്യരുടെ ഈ ഒരു പ്രവണത മാറണം. ഒരുപാട് പേര് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, ഞാൻ കമന്റ്സ് കണ്ടിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ യൂസഫ് അലി സാർ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത്, റഹീമിന് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ റഹീമിന് വേണ്ടി ചെയ്യാനാണ്, ഈ ഒരു കാര്യമാണ് റഹീമിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു നല്ലൊരു പ്രവൃത്തി തന്നെയാണ് യൂസഫ് അലി സാറ് ചെയ്തത്, അത് നമ്മൾക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ യൂസഫ് അലി സാറിനും അതുപോലെ ചെമ്മന്നൂരിനും എല്ലാം ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ഇനിയും അവരുടെ ബിസിനസ്സിലും കാര്യത്തിലെല്ലാം ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ദുആ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. റഹീം എത്രയും പെട്ടെന്ന് ഇറങ്ങട്ടെ. അപ്പോൾ അതുപോലെ തന്നെ നിമിഷപ്രിയയും പെട്ടെന്ന് തന്നെ നിമിഷപ്രിയയ്ക്കും ഇറങ്ങാൻ സാധിക്കട്ടെ. നിമിഷപ്രിയ തെറ്റുകാരിയാണ്, ശരിയാണ്, എങ്കിൽ കൂടെ നിമിഷപ്രിയയ്ക്കും ആ കുടുംബം ക്ഷമ നൽകി നിമിഷപ്രിയയും കാത്തൊരു കുഞ്ഞു കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നിമിഷപ്രിയയ്ക്കും എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങാൻ സാധിക്കട്ടെ. ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. നിങ്ങളും ഈ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. എല്ലാവരും പുറത്തിറങ്ങാനുള്ള ഇത് പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.